ഓണവിഭവങ്ങളിൽ വലിയ പങ്കാണ് ചെങ്ങാലിക്കുടൻ നേന്ത്രക്കുലകൾക്കുള്ളത്. ഓണത്തെ വരവേറ്റ തോട്ടങ്ങളിൽ നിന്ന് നേന്ത്രക്കുലകൾ വിപണിയിലേക്ക് എത്തിത്തുടങ്ങി. തൃശൂർ തലപ്പിള്ളി താലൂക്കിലാണ് ഭൗമസൂചിക പദവി ലഭിച്ച വാഴയിനമായ ചെങ്ങാലിക്കുടൻ കൃഷി വ്യാപകമായി ഉള്ളത്. വടക്കാഞ്ചേരിയിലെ എരുമപ്പെട്ടി, വേലൂർ, മുണ്ടത്തിക്കോട് എന്നിവിടങ്ങളിലാണ് ചെങ്ങാലിക്കോടൻ വാഴകൃഷിയുള്ളത്. ഓണനാളുകളായാൽ ചെങ്ങാലിക്കോടനെ തേടി ആളുകളെത്തും. ജൈവ രീതിയിൽ മലയടിവാരങ്ങളിലാണ് ചെങ്ങാലിക്കോടൻ വിളയുന്നത്. കുലച്ച് 20-25 ദിവസങ്ങൾക്കുള്ളിൽ ഉണങ്ങിയ വാഴയിലകളും ചാക്കുമൊക്കെ ഉപയോഗിച്ച് കുല പൊതിയും. നല്ല നിറമുള്ളതിനാൽ പക്ഷികൾ നശിപ്പിക്കാതിരിക്കാനും കുലയ്ക്ക് നിറമുണ്ടാകാനും നല്ല കുലകൾ ലഭിക്കുവാനുമാണിത്. മറ്റു നേന്ത്ര ഇനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ 12 മുതൽ 25 കിലോഗ്രാം വരെ തൂക്കമുള്ള കുലകൾ ഉണ്ടാകും. പടലകൾ പിരിഞ്ഞ് ആനക്കൊമ്പ് പോലുള്ള കായകൾ പഴുക്കുമ്പോൾ സ്വർണ്ണവർണ്ണമാകും. അതിൽ കര പോലെ തവിട്ട് നിറത്തിലുള്ള നീളൻ വരകളും രൂപപ്പെടും. നേന്ത്രപ്പഴങ്ങളിൽ ഏറ്റവും കൂടുതൽ രുചിയുള്ളതും ഈ ഇനത്തിനാണ്. പുഴുങ്ങുമ്പോൾ മധുരം കൂടുന്ന ഗുണഗണങ്ങൾ അധികമുള്ള സുന്ദരൻ കൂടിയാണ് ചെങ്ങാലിക്കോടൻ. ഉപ്പേരിയുണ്ടാക്കാനും പഴം നുറുക്കിനും ശർക്കര വരട്ടിക്കും ധാരാളമായി ഉപയോഗിക്കുന്നു. മച്ചാട് മലനിരകളിൽ നിന്ന് ഉദ്ഭവിക്കുന്ന വടക്കാഞ്ചേരി പുഴയുടെ ചെങ്ങഴി ഭാഗത്തെ തീരങ്ങളിലാണ് ചെങ്ങാലിക്കോടൻ പിറന്നതെന്നാണ് വിശ്വാസം. തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നടത്തിയിരുന്ന മുറജപത്തിന് പ്രത്യേക കാഴ്ചദ്രവ്യമായി ചെങ്ങഴിക്കോട് നാട്ടുരാജ്യത്തിൽ നിന്ന് കൊണ്ടുപോയിരുന്നതും ചെങ്ങാലിക്കോടന്റെ ലക്ഷണമൊത്ത കുലയാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ കാഴ്ചക്കുലകളായി സമർപ്പിക്കാറുമുണ്ട്. 1 കിലോ പഴത്തിന് 70 രൂപ മുതൽ മുകളിലോട്ടാണ് ഇപ്പോഴത്തെ വില. അതേസമയം കാലാവസ്ഥാ വ്യതിയാനം വിളവെടുപ്പിനെ ബാധിച്ചെന്നും കർഷകർ പറയുന്നു. ആദ്യം തന്നെ കായ വെട്ടിപ്പോയി. അത് കുഴപ്പമില്ലാത്ത നല്ല വിളവുണ്ടായിരുന്നു. നമുക്ക് ആ സമയത്ത് 60 രൂപ വിലയും കിട്ടി. ഒരു 15 to 20 കിലോ വരെ തൂക്കമുള്ള കായകളുണ്ടായിരുന്നു. അത് കാരണം ഇപ്രാവശ്യം നല്ല രീതിയിലുള്ള വിളവ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനിയിപ്പോൾ ഒരു 100 വാഴ താഴെയാണ് നമുക്ക് വെട്ടാനുള്ളത്. അത് കുറച്ച് മോശമുള്ള വാഴയാണ്. ഒരു 10-12 കിലോ വെച്ചിട്ടേ ഉണ്ടാവുള്ളൂ. എന്നാലും ഓണവിപണി ലക്ഷ്യമാക്കിയിട്ട് ചെയ്തതാണ്. അതിന് അത്യാവശ്യം വില കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഓണദിനങ്ങൾ അടുക്കും തോറും വില ഏറുമെന്നാണ് കർഷകർ പറയുന്നത്. ഓണനാളുകളിൽ കുലയുടെ വില സെഞ്ചുറി അടിക്കുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ. ജനം, തൃശൂർ.